നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം CPM-നകത്ത് അന്തഃഛിദ്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു, CPM-നകത്ത് കലാപങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് അറിയുന്ന വാർത്ത. എൻ വാസുവും പത്മകുമാറും അടക്കമുള്ള CPM-ന്റെ സമ്മന്നതരായ നേതാക്കൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന തരത്തിൽ SIT കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ട് എന്തുകൊണ്ടാണ് CPM പാർട്ടി തലത്തിൽ ഇവർക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊള്ളാതിരുന്നത് എന്നാണ് ഒരു വിഭാഗം CPM പ്രവർത്തകരും അണികളും ഒരുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടക്കമുള്ള ആളുകൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഇത്തരം ആളുകൾക്കെതിരെ നടപടി കൈക്കൊള്ളാതിരുന്നതിന്റെ ഫലം തന്നെയാണ്, അല്ലെങ്കിൽ അതിലുള്ള ജനങ്ങളുടെ എതിർപ്പിന്റെ ഫലമാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CPM അമ്പെ ദയനീയമായി പരാജയപ്പെട്ടത് എന്ന് തന്നെയാണ് CPM-നകത്ത് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ഉയർന്നു വന്ന വിവാദത്തിൽ സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും ശബ്ദിക്കുന്ന അണികളും പ്രവർത്തകരും ഒരുപോലെ തന്നെ കലാപം സൃഷ്ടിക്കുന്നത്. എന്നാൽ CPI ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും അവരും ഇപ്പോൾ നിശബ്ദമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആകെ നാണം കെട്ട് നാറി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിനിടയിലാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം പര്യാപ്തമല്ല എന്ന് കണ്ടുകൊണ്ട് അത് CBIക്ക് വിടണം എന്നൊരു നിർദ്ദേശം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഈ തരുണത്തിൽ ഇന്ന് വളരെ നിർണായകമായ പല നീക്കങ്ങളും CPM-നകത്തു നിന്നുണ്ടായിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് മുൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായിരുന്ന 2 തവണ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസു സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജിയുമായി എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. നേരത്തെ വാസു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തന്നെ താൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരപരാധിയാണ്, തനിക്ക് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് വ്യക്തിപരമായ യാതൊരു പങ്കുമില്ല, ബോർഡ് കൂടിയെടുത്ത തീരുമാനത്തിന് താനും കൂട്ടുനിന്നു എന്നല്ലാതെ വ്യക്തിപരമായ യാതൊരു തരത്തിലും തനിക്കിതിൽ പങ്കില്ല എന്ന് കാണിച്ചുകൊണ്ട്, മാത്രമല്ല തൻ്റെ അനാരോഗ്യം തന്നെ ജയിലിൽ കഴിയുവാൻ അനുവദിക്കുന്നില്ല, തനിക്ക് ചികിത്സ വേണം, തനിക്ക് വിവിധ അസുഖങ്ങളുണ്ട്, പ്രായമായി എന്നൊക്കെ കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി കൊടുത്തിരുന്നെങ്കിലും ഹൈക്കോടതി അത് തള്ളുകയായിരുന്നു. കേസ് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ വാസുവിനെ പോലെ രാഷ്ട്രീയ സ്വാധീനവും രാഷ്ട്രീയപരമായി ഉന്നത ബന്ധവുമുള്ള ഒരാളെ പുറത്തേക്ക് വിടുകയാണെങ്കിൽ അത് കേസ് അന്വേഷണത്തെ ബാധിക്കും, സ്വാധീനിക്കാൻ സാധിക്കും എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വാസുവിന്റെ ജാമ്യം തള്ളുകയായിരുന്നു. ഇതേ തുടർന്ന് പാർട്ടി തലത്തിലും വാസുവിനെതിരെ രൂപം കൊണ്ട ചില അസ്വാരസ്യങ്ങൾ വാസു തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇനി പാർട്ടി തലത്തിൽ നിന്ന് തനിക്ക് യാതൊരു തരത്തിലും സംരക്ഷണം കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞതിനാലാണോ എന്നറിയില്ല, വാസു ഇപ്പോൾ സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജിയുമായി എത്തിയിരിക്കുന്നു. അവധിക്കാലമായതിനാൽ ഇനി വരുന്ന 7-ാം തീയതിയാണ്, അതായത് ജനുവരി 7-ാം തീയതിയാണ് സുപ്രീം കോടതി ഇനി കൂടുക. അന്ന് തന്നെയാണ് വാസുവിന്റെ ജാമ്യ ഹർജി സുപ്രീം കോടതിയിൽ എത്തുക എന്നുള്ളതാണ് അറിയുന്നത്. നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീ സുപ്രീം കോടതിയിൽ തന്റെ ജാമ്യ ഹർജിയുമായി പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ ബെഞ്ചിലായിരുന്നു അന്ന് ജയശ്രീയുടെ കേസ് വന്നിട്ടുണ്ടായിരുന്നത്. വാസുവിന്റെയും ജാമ്യ ഹർജി ജസ്റ്റിസ് ദീപാങ്കർ മേത്തയുടെ ബെഞ്ചിൽ തന്നെയാണ് വരിക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിർണായകമായ നീക്കം കൂടി സുപ്രീം കോടതിയിൽ നടന്നിട്ടുണ്ട്. KP ശങ്കർദാസ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി തൻ്റെ പേരിൽ പരാമർശിക്കപ്പെടുന്ന ചില വസ്തുതകൾ അതിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ശങ്കർദാസ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. അതും ദീപാങ്കർ മേത്തയുടെ ബെഞ്ചിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ജസ്റ്റിസ് ദീപാങ്കർ മേത്തയുടെ ബെഞ്ചിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 3 ഹർജികൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക വിശേഷം. എന്നാൽ മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. സുപ്രീം കോടതിയിൽ കേസുമായി പോകണം എന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾക്ക് ലക്ഷങ്ങളുടെ വില വരുന്ന അഭിഭാഷകരെ ഉൾപ്പെടുത്തി സുപ്രീം കോടതിയിൽ കേസ് നടത്തണം എന്നുണ്ടെങ്കിൽ വലിയ വലിയ തുകകൾ ചെലവാകും. അങ്ങനെയെങ്കിൽ ഇത്തരം തുകകൾ ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നിപ്പോൾ സാമാന്യ ജനങ്ങൾ ചോദിക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇവർ നേടിയിട്ടുള്ള പണം തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് എന്നാണ് പല ഇടങ്ങളിൽ നിന്നും ഉയരുന്ന അഭ്യൂഹങ്ങൾ. ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അതെന്ത് തന്നെയായാലും N വാസു ഇപ്പോൾ തൻ്റെ ജാമ്യ ഹർജിയുമായി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു. താൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുമായി എല്ലാ അർത്ഥത്തിലും സഹകരിക്കുന്നുണ്ട്. താൻ അന്വേഷണ സംഘത്തോട് തനിക്ക് അറിയാവുന്ന വിവരങ്ങളെല്ലാം പങ്കുവെച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും താൻ കസ്റ്റഡിയിൽ കിടക്കേണ്ട, ജയിലിൽ കിടക്കേണ്ട യാതൊരു കാരണവുമില്ല. തനിക്ക് പ്രായമായി, തന്നെ സംബന്ധിച്ചിടത്തോളം അനാരോഗ്യപരമായ പല വിഷയങ്ങളുമുണ്ട്. ആരോഗ്യത്തിൽ
വളരെ വളരെ വലിയ ഗുരുതരമായ വിഷയങ്ങളുണ്ട്, ചികിത്സയുണ്ട്, അതുകൊണ്ട് തന്നെ വിട്ടയക്കണം എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് വാസു ഇപ്പോൾ ഹർജി ഹാജരാക്കിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന കൊല്ലത്ത് നിന്നുള്ള ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്നു N വാസു. കൊല്ലം കുളനട പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് കൂടിയായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ 2 തവണ കമ്മീഷണറും 1 തവണ ദേവസ്വം പ്രസിഡന്റുമായിരുന്നു വാസു. മാത്രമല്ല EK നായനാരുടെ കാലത്ത് N വാസു വിജിലൻസ് ട്രിബ്യൂണലിന്റെ ജഡ്ജി കൂടിയായിരുന്നു. ഒരു വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജി ഒരു വിജിലൻസ് കേസിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന അവസ്ഥ കേരളത്തിൽ നടാട് തന്നെയാണ്. അത് വാസുവിനാണ് അങ്ങനെയുള്ളൊരു യോഗമുണ്ടായത് എന്നുകൂടി ഇപ്പോൾ വാസുവിന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ കളിയാക്കി പറയുന്നുണ്ട്. അതെന്ത് തന്നെയായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനിയും തനിക്ക് ജയിലിൽ കിടക്കാൻ സാധിക്കില്ല, താൻ ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ല, തനിക്ക് അറിയാവുന്ന വസ്തുതകളെല്ലാം SIT-യോട് താൻ ബോധിപ്പിച്ചിട്ടുണ്ട്. തനിക്ക് അനാരോഗ്യമുണ്ട്, കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ തൻ്റെ പ്രായക്കൂടുതൽ പരിഗണിച്ച് തനിക്ക് ജാമ്യം അനുവദിക്കണം എന്നാണ് വാസു സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. വരുന്ന 7-ാം തീയതി ഈ ഹർജി പരിഗണിക്കപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയും കൂടുതൽ ജാമ്യ ഹർജികളുമായി ജയിലിൽ കിടക്കുന്ന ആളുകൾ സുപ്രീം കോടതിയിലേക്ക് എത്തും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നു. അതെന്ത് തന്നെയായാലും ശബരിമലയിലേക്ക് CBI എത്തുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ CPM സർക്കാരും വെട്ടിലായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്കലാപ്പിലായിരിക്കും. CBI അന്വേഷണം വരികയാണെങ്കിൽ 2018-19 കാലത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് വരെ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം എത്തും. കടകംപള്ളി സുരേന്ദ്രന് 1 തവണ SIT ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി കഴിഞ്ഞു. ഇനി 2ാമത്തെ തവണ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി CBI കൂടി അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ആളുകൾ അകത്താകും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്കലാപ്പിലായിരിക്കും. എന്തായാലും ശബരിമലയിൽ ഇനി CBI അന്വേഷണം കൂടി വരും എന്നുള്ളത് അറിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സത്യം തെളിയാൻ അതൊരു വഴിയാകും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇപ്പോൾ N വാസു ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി തേടി പോയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് ജനുവരി 7-ന് ശേഷം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.